Hello everyone. We move on to the topics in second semester. In this semester you have a paper named Mathematical Physics and Error Analysis. Its code number is 2B02PHY and you can see the syllabus here. In this paper you have 4 units basically. They are shown here. So out of this 4 module or 4 units, I will be taking unit 1 and unit 2. Unit 1 നും unit 2 നും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് എന്ന് പറയുന്നത് ബുക്ക് ഫോർ സ്റ്റഡി എന്ന് പറയുന്നത് ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ഗ്രിഫിത്ത് ആണ്. യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻസ് ബുക്ക് 1 അതായത് ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വി സ്റ്റാർട്ട് വിത്ത് ഡെഫിനിഷൻ ഓഫ് സ്കാലാർസ് ആൻഡ് വെക്ടേഴ്സ്. ഓക്കെ, scalars എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the physical quantities which are completely specified by its magnitude. അതിൻ്റെ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്കാലാർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് അതിന് എക്സാമ്പിളാണ് മാസ്, ഡിസ്റ്റൻസ്, സ്പീഡ്, ടെമ്പറേച്ചർ. ഒക്കെ നമുക്ക് ഒരു വസ്തുവിൻ്റെ മാസ് പറയുകയാണെങ്കിൽ യു ക്യാൻ സ്പെസിഫൈ ഇറ്റ് ആസ് 5 കിലോഗ്രാം അല്ലേ. ഡിസ്റ്റൻസ് ആണെങ്കിൽ 5 മീറ്റർ. അപ്പോൾ 5 എന്നുള്ളത് അതിൻ്റെ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അതുപോലെ സ്പീഡ്. ഓക്കെ, സ്പീഡ് എന്നുള്ളത് ഇത്ര മീറ്റർ പെർ സെക്കൻഡ്, അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. വി ക്യാൻ ഓൾസോ കോൾ സ്കൈലാർ is a quantity which are invariant under rotation. ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ വെക്കുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി മാറുന്നില്ല എങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, വെക്ടർ നമ്മളെടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ വാട്ട് ഈസ് എ വെക്ടർ? വെക്ടർ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് സ്പെസിഫൈയിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 പ്ലേസ് തമ്മിലുള്ള അകലമാണ്, അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനുണ്ട്, ഏത് ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ വെലോസിറ്റിക്ക് നമുക്ക് എന്തുണ്ട്, there is a direction for the velocity. സ്പീഡിന് there is a difference between speed and velocity അല്ല. സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈം, whereas the velocity is the displacement covered in unit time. Okay, displacement ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് velocity is also a vector quantity. Okay, now നമ്മൾ ഒരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് വിൽ ബി ഹാവിങ് എ ലെങ്ത്, ഒരു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് അത് ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ആരോ ഹെഡ് വരയ്ക്കും. ഓക്കെ, സോ ആരോ ഹെഡ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ദ ലെങ്ത് ഓഫ് ദ വെക്ടർ. ഇത് എത്ര ലെങ്ത് ഉണ്ട് അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ്, ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതുന്നത് മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ. ഓക്കെ, ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ടെക്സ്റ്റിൽ ശ്രദ്ധിക്കണം, ബോൾഡ് ലെറ്റേഴ്സിലായിരിക്കും വെക്ടേഴ്സ് സൂചിപ്പിക്കുന്നത്, അതിന് മേലെ ആരോ ഇട്ടിട്ടുണ്ടാവില്ല. സോ ബോൾഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെല്ലാം എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ബോൾഡ് ലെറ്റേഴ്സ് അതായത് കട്ടിയായിട്ട് വരച്ചിട്ടുള്ള ഈ ലെറ്റേഴ്സ് എല്ലാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അതിൻ്റെ മേലെ ആരോ ഇട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എഴുതണമെങ്കിൽ നിങ്ങൾ സപ്പോസ് എ ആണ് ക്വാണ്ടിറ്റി എങ്കിൽ എയുടെ മേലെ വെക്ടർ സൈൻ ഇടണം ടു സ്പെസിഫൈ ദാറ്റ് ഇറ്റ് ഈസ് എ വെക്ടർ. ബിക്കോസ് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി എഴുതിയിട്ട് അതിൻ്റെ മേലെ ആരോ ഹെഡ് ഇടണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ മോഡുലസ് ഓഫ് എ എന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ബട്ട് ദിസ് എ വിൽ ബി എ ബോൾഡ് ലെറ്റർ എന്ന് വെച്ചാൽ കട്ടിയുള്ള ലെറ്റർ ആയിട്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ഓപ്പറേഷൻ, വെക്ടർ ഓപ്പറേഷൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 2 വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് യു ഹാവ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി, A and B. Place B at the head of A.
അതായത് ബി എന്നുള്ള വെക്റ്റർ എടുത്തിട്ട് എയുടെ ഇത് ഹെഡാണ്, ആരോ ഹെഡാണ്, ഇത് ടെയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബി എന്നുള്ള വെക്റ്റർ വയ്ക്കാം. എന്നിട്ട് അഡീഷൻ, ദ വെക്റ്റർ ഫ്രം ദ ടെയിൽ ഓഫ് എ ടു ദ ഹെഡ് ഓഫ് ബി ഈസ് ദി സം. ഈ എയുടെ ടെയിലിൽ നിന്ന് ബിയുടെ ഹെഡിലേക്ക് വരയ്ക്കുന്ന ഈ വെക്റ്ററാണ് അതിൻ്റെ സം. ഓക്കെ, സോ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സെയിം ആസ് എ പ്ലസ് ബി പ്ലസ് സി. അസോസിയേറ്റീവ് ആണ്. ആൻഡ് നമ്മളതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഒരു വെക്റ്റർ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ വെക്റ്റർ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഈ വെക്റ്ററിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യാം. സോ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതേ ലെങ്ത് ഉള്ള വെക്റ്ററാണ്, പക്ഷേ ദാറ്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദിസ് വിൽ ബി ദ ബി ഡയറക്ഷൻ. ഓക്കെ, സോ നമുക്ക് ബി ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബി, ഇങ്ങോട്ടാണ്. നമ്മൾ നേരത്തെ എടുത്ത വെക്റ്റർ എ ആണ് ഇത്. ഓക്കെ, ബി എടുത്തിട്ട് ബിയുടെ ടെയിൽ മാറി, ബിയുടെ ടെയിൽ എടുത്ത് വെച്ചു, അതിൻ്റെ ഡയറക്ഷൻ മാറി ഇങ്ങോട്ടാണ്. സോ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. സോ ദ റിസൾട്ടൻറ്റ് ദിസ് വിൽ ബി എ മൈനസ് ബി. അങ്ങനെ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാം. Now we move on to the another operation which is called the multiplication by a scalar. Okay, ഇപ്പോൾ ഒരു വെക്റ്ററിന് ഒരു സ്കെയിലാർ, ഇപ്പം ഫോർ എക്സാമ്പിൾ സപ്പോസ് യു ടേക്ക് ടു വെക്റ്റേഴ്സ് എ പ്ലസ് ബി. ഈ 5 എന്നുള്ളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ മൾട്ടിപ്ലൈ ഈച്ച് വെക്റ്റർ വിത്ത് ദി സെയിം സ്കെയിലാർ. സോ വിൽ ഗെറ്റ് 5a plus 5b. ഓക്കെ, സോ ദിസ് വിൽ ബി ദ റിസൾട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ യു ടേക്ക് എ വെക്റ്റർ എ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു. എ എന്നുള്ളത് ഇപ്പം എയുടെ ലെങ്ത്ത് ഇത്രയും ഉള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്. 2 ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, സോ scalar multiplication increases the magnitude of the vector. Now another interesting operation is the dot product. നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ചെയ്യുന്ന ഓപ്പറേഷനാണ് ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ, വേർ എ, ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വെക്റ്റർ എ എന്നുള്ളത് ബോൾഡ് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, വെക്റ്റർ ബിയും ബോൾഡ് ലെറ്ററിലാണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ബോൾഡ് ലെറ്റർ അല്ല. സോ ദിസ് എ നോർമൽ എ അല്ല, ഇതും ഒരു നോർമൽ ബി ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? സോ ഇതിൻ്റെ മീനിങ് ദിസ് എ ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ എ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ആൻഡ് ദിസ് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. ഓക്കെ, അതിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, നൗ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ യു ഹാവ് വെക്റ്റർ ബി in this direction and vector a in this direction and the angle between them is theta. Okay, സോ നമുക്കറിയാം ഈ വെക്റ്ററിൻ്റെ റെസൊല്യൂഷൻ പ്രകാരം വെക്റ്റർ എനെ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡിൽ യു ഹാവ് എ കോസ് തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മോഡുലസ് ഓഫ് എ ആണ്, വെക്റ്റർ എ ആണ്, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഓക്കെ, സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോസ് തീറ്റ ആണ്. എ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അവിടെ ബി മിസ്സിംഗ് ആണ്, അപ്പോൾ നമുക്ക് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ലെങ്ത് represents the dot product of A divided by the magnitude of A. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, സോ ദിസ് വെക്റ്റർ ഡിഫൈൻസ് ദ ഡോട്ട് പ്രൊഡക്റ്റ്. സോ യു ക്യാൻ ഡിഫൈൻ, സപ്പോസ് ദിസ് ഈസ് ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കുക, ദിസ് ഈസ് ക്യാപിറ്റൽ ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ അതേ നൊട്ടേഷനിൽ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഓക്കെ, നൗ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൺ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ബിഫോർ ദാറ്റ്
എന്തുകൊണ്ടാണ് ഇതിനെ ഒരു സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഓൾസോ കോൾഡ് സ്കാലാർ പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുക, ഈ ഓപ്പറേഷൻ ഡോട്ട് പ്രൊഡക്റ്റ്, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വാല്യൂ ആണ്. ദിസ് എ സ്കെയിലാർ. ഓക്കെ, സോ ദിസ് റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ബി എ സ്കെയിലാർ. അതുകൊണ്ടാണ്, അതായത് രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ സ്കെയിലാർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നോക്കാം. സോ വൺ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഈസ് സെയിം ആസ് ബി ഡോട്ട് എ. അതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് എ ഡോട്ട് ബി പ്ലസ് സി ആണെങ്കിൽ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യാം. സോ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഒരു വെക്ടർ അതേ വെക്ടറുമായിട്ട് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. സോ സപ്പോസ് ഐ എം ടേക്കിംഗ് എ ഡോട്ട് എ. അപ്പോൾ രണ്ട് വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിളാണ് എന്താ, ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് എങ്ങനെ എഴുതാം നമുക്ക്? സോ എ ഡോട്ട് എ equal to, okay, so you have to be careful when you write a vector, you have to put the arrow mark. Okay, so ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്ന സമയത്ത് എയുടെ മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എയുടെയും സോ ഒരേ ലൈനാണ്, അതിനിടയ്ക്കുള്ള ആംഗിൾ ദാറ്റ് വിൽ ബി 0. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. എ ഇൻറ്റു എ സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് എ സ്ക്വയർ if you take the dot product of a vector A with itself. Now suppose A രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട്, സപ്പോസ് എ ആൻഡ് ബി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ, സോ യു വിൽ ഗെറ്റ് എ ബി എക്സ്പാൻഷൻ എ ബി കോസ് 90 എന്ന് വരും. കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് 90 വിൽ ബി 0. സോ ദ ടോട്ടൽ വിൽ ബി 0. സോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. നൗ വി മൂവ് ഓൺ ടു an example. ഈ എക്സാമ്പിൾ പറയുന്നത് ലെറ്റ് സി ഈക്വൽ ടു എ മൈനസ് ബി. ഇപ്പം ഇവിടെയും ശ്രദ്ധിക്കുക, സി ബോൾഡ് ലെറ്ററാണ്, എ ബോൾഡ് ലെറ്ററാണ്, ബി ബോൾഡ് ലെറ്ററാണ്. സോ ഓൾ ദീസ് ആർ വെക്ടേഴ്സ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് കാണുന്ന സമയത്ത് അപ്പോൾ തന്നെ മനസ്സിലാക്കുക ദാറ്റ് ഇസ് എ വെക്ടർ. ഓക്കെ, നൗ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഇതിൻ്റെ നമുക്കറിയാം ഏതൊരു വെക്ടറും അതിനോട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ സ്ക്വയറാണ് കിട്ടുക, അല്ലേ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് കിട്ടുക. ഇപ്പോൾ സി ഡോട്ട് സി ചെയ്ത് കഴിഞ്ഞാൽ സി സ്ക്വയർ കിട്ടും. പക്ഷേ സിയുടെ എക്സ്പാൻഷൻ നമുക്കറിയാം എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യുക, നടുക്കൊരു ഡോട്ട് പ്രോഡക്റ്റ് ഇടുക. ഓക്കെ, so a dot a you will get minus a dot b, അല്ലേ? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഇനി മൈനസ് ബി ഡോട്ട് എ, സോ മൈനസ് ബി ഡോട്ട് എ. ലാസ്റ്റ് ടേം മൈനസ്, ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്, സോ ദാറ്റ് വിൽ ബി പ്ലസ് ബി ഡോട്ട് ബി. ഓക്കെ, സോ ദിസ് വിൽ ബി എ സ്ക്വയർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും വെക്ടറാണ്, പക്ഷേ ഡോട്ട് പ്രോഡക്റ്റ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആക്കിയിട്ട് മാറ്റി, അതുകൊണ്ടാണ് ബോൾഡ് ലെറ്റർ ഇല്ലാത്തത്. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി ബി സ്ക്വയർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഈക്വൽ ടു മൈനസ് ബി ഡോട്ട് എ ആണ്. ഓക്കെ, അപ്പോൾ അതിന് 2 ടൈംസ് എ ഡോട്ട് ബി എന്ന് എഴുതാം. 2 ടൈംസ് എ ഡോട്ട് ബീനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് മൈനസ് 2ab കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിന് പറയുന്ന പേരാണ് ലോ ഓഫ് കൊസൈൻസ്. ഓക്കെ, സോ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അവയ്ക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡൗൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഓർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി 3 വെക്ടേഴ്സ് ആർ റിലേറ്റഡ് ബൈ ദി ലോ ഓഫ് കൊസൈൻ. ഈ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ലെങ്ത്ത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ ലോ ഓഫ് കൊസൈൻസ് എന്ന് പറയാം. നൗ നമ്മൾ വെക്ടറിൻ്റെ ഓപ്പറേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദർ ഇസ് അനദർ ഓപ്പറേഷൻ വിച്ച് ഈസ് കോൾഡ് ക്രോസ് പ്രോഡക്റ്റ് ഓർ വെക്ടർ പ്രോഡക്റ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് സ്കാലാർ പ്രോഡക്റ്റ് ആണ്, അപ്പം ഇവിടെ വെക്ടർ പ്രോഡക്റ്റ് എന്നാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ വെക്ടറാണ്, ബി വെക്ടറാണ്, ഇവിടെ എന്നും വെക്ടറാണ്. സോ ക്രോസ് പ്രോഡക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രോസ്, ഒരു ക്രോസ് നടുക്കിട്ടിട്ടാണ്
സോ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെക്ടേഴ്സ് എല്ലാം ഈ എയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു ഹാവ് എ 2 വെക്ടേഴ്സ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് യു ഹാവ് എ വെക്ടർ. ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഒരു വെക്ടറാണ്. സോ 2 വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അനദർ വെക്ടർ. ഓക്കെ, ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ എൻ ക്യാപ്. ഓക്കെ, സോ ഇനി എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് 1 ആയിട്ടുള്ള വെക്ടറാണ്. അതായത് അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാല്യൂ 1. ലെങ്ത്ത് 1 യൂണിറ്റ് ലെങ്ത്തുള്ള വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, സോ അപ്പം അതിൻ്റെ ലെങ്ത്ത് 1 ആണ്. പക്ഷേ ഡയറക്ഷൻ എങ്ങനെയാണ് പറയാം? സോ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഇറ്റ് ഈസ് പോയിൻറ്റിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി. അതായത് എയും ബിയും ഇപ്പം ഈ ഒരു സർഫസിലാണ് എയും ബിയും ഉള്ളത്. പക്ഷേ അതിന് നേരെ കുത്തനെയായിട്ട് മേലോട്ട്, അതായത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യുക ഈ എയും ബിയും നിങ്ങളുടെ ഈ ഒരു പേജിൽ ആണ് കിടക്കുന്നത്. അതിൻ്റെ മേലെ കുത്തനെ ഒരു ഡെസ്കിൽ എയും ബിയും ഒരു പ്ലെയിനിൽ എ വെക്ടറുണ്ട് ബി വെക്ടറുണ്ട്. അപ്പോൾ അതിന് ആ ഡെസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറായിരിക്കും എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പം ഒന്ന് മേലോട്ടും ആവാം താഴോട്ടും ആവാം അല്ലേ. അപ്പോൾ മേലോട്ടാണോ താഴോട്ടാണോ എന്ന് ഫിക്സ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഫിഗറിൽ കൊടുത്ത പോലെയാണ്. അപ്പോൾ ഈ കേൾഡ് ഫിംഗേഴ്സ് നമ്മുടെ തമ്പ് ഒഴികെയുള്ള ബാക്കിയുള്ള ഫിംഗേഴ്സ് കേൾ ചെയ്യുക. എങ്ങനെ കേൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് വെക്ടറിൽ നിന്ന് സെക്കൻഡ് വെക്ടറിലേക്ക് കേൾ ചെയ്യാം. ഓക്കെ, ഈ ആരോ എവിടുന്ന് എവിടേക്കായിരിക്കണം? ഫസ്റ്റ് വെക്ടറിൽ നിന്ന് സെക്കൻഡ് വെക്ടറിലേക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ റൈറ്റ് ഹാൻഡ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതാണ് ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. സോ നമുക്ക് 2 വെക്ടറുണ്ട് എ ആൻഡ് ബി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. നമ്മുടെ ഫിംഗേഴ്സ് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് റൂൾ നമ്മുടെ ഫിംഗർ ആദ്യം നമ്മൾ ഫിംഗർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ തമ്പ് ഒഴികെയുള്ള 4 ഫിംഗേഴ്സ് ടുവേർഡ്സ് ബിയിലേക്ക് കേൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ടുവേർഡ്സ് ബി കേൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കൈ കുത്തനെ പിടിക്കണം അല്ലേ. കുത്തനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ താഴത്തോട്ടായിരിക്കും. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എയും ബിയും ഈ പേപ്പറിൻ്റെ പ്ലെയിനിലാണെങ്കിൽ ഇൻ ടു ദ പേജ് ആയിരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഇനി സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി ആൻഡ് ദ അപ്വേർഡ് ഡയറക്ഷൻ that will be the direction of B cross A, because നമുക്കറിയാം A cross B എന്ന് പറഞ്ഞാൽ so that is equal to minus B cross A. ഓക്കെ, സോ ഇത് ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. A dot B equal to B dot A ആയിരുന്നു. പക്ഷേ ക്രോസ് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, നൗ അപ്പോൾ നമുക്കറിയാം എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അനദർ വെക്ടർ. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ആയിരിക്കും. വെക്ടറിൻ്റെ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നൗ ദ ക്രോസ് പ്രോഡക്റ്റ് ഈസ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനിടയ്ക്കുള്ള ഓപ്പറേഷൻസ് ഏതാണോ അതുപോലെ തന്നെ എഴുതാം. ഇപ്പോൾ എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറയുമെങ്കിൽ യു വിൽ ഗെറ്റ് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി. ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ക്രോസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ആൻഡ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജോമെട്രിക്കലി എ ക്രോസ് ബിയുടെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ജനറേറ്റഡ് ബൈ എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ 2 വെക്ടേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി ആണെന്ന് വിചാരിക്കാം. Okay, suppose you have 2 vectors A and B, you can construct a parallelogram. എങ്ങനെ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക? ബിക്ക് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം, അതുപോലെ എക്ക് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ വിൽ ഗെറ്റ് എ പാരലോഗ്രാം. ഇനി ഈ പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ്
നമ്മുടെ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ എ ബി സൈൻ തീറ്റ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഫോംഡ് ബൈ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. നൗ അനദർ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ എടുത്തിട്ട് അതിൻ്റെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, എ ക്രോസ് എ ചെയ്യുക. സോ അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ നമുക്ക് ഇതെന്താണ്, എ സൈൻ തീറ്റ എൻ ക്യാപ്. സപ്പോസ് ഡയറക്ഷൻ അവിടെ നിൽക്കട്ടെ, സൈൻ തീറ്റ എത്ര വരും, തീറ്റ വിൽ ബി 0. ഒരു വെക്ടറിന് അതേ വെക്ടറുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0, സൈൻ 0 ആയതുകൊണ്ട് ദിസ് വിൽ ബി 0. സോ ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് 0.